നമസ്തേ. ഇനി ഇവിടെ പാരായണം ചെയ്യേണ്ടത് ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ മാർക്കണ്ഡേയൻ ഭഗവൻ മായാനിർമ്മിതമായ മഹാപ്രളയലീലയെ ദർശിക്കുന്ന ഭാഗമാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഹരേ നാരായണ നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ നവമോധ്യായ. ശ്രീകൃഷ്ണായ നമോ നമഃ. സൂത ഉവാച. സംസ്തുതോ ഭഗവാനിത്തം മാർക്കണ്ഡേയേന ധീമതാ നാരായണോ നരസഖ പ്രീത ആഹ ഭൃഗുദ്വഹം. ശ്രീഭഗവാനുവാച. ഭോ ഭോ ബ്രഹ്മർഷിവർയാസി സിദ്ധ ആത്മസമാധിനാ മയി ഭക്ത്യാനപായിന്യാ തപസ്വാധ്യായ സംയമൈ വയം തേ പരിതുഷ്ടാസ്മ ത്വദ്ബൃഹദ്വ്രതചര്യയാ വരം പ്രതീച്ഛ ഭദ്രം തേ വരദേശാദഭീപ്സിതം. ഋഷിരുവാച. ജിതം തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാച്യുതാ വരേണൈതാവതാലം നോ യദ്ഭവാൻ സമദൃശ്യത. ഗൃഹീത്വാ ജാതയോ യസ്യ ശ്രീമത്പാദാബ്ജദർശനം മനസാ യോഗപക്വേന ന സ ഭവാൻ മേക്ഷഗോചര. അഥാപ്യംബുജപത്രാക്ഷാ പുണ്യശ്ലോകശിഖാമണേ ദ്രക്ഷ്യേ മായാമ്യയാ ലോക സപാലോ വേദസദ്ഭിതാം. സൂത ഉവാച. ഇതീഡിതോർച്ഛിതകാമമൃഷിണാ ഭഗവാൻ മുനെ തഥേതി സസ്മയൻ പ്രാഗാത് ബദര്യാശ്രമമീശ്വരാം. തമേവ ചിന്തയന്നർത്ഥമൃഷി സ്വാശ്രമ ഏവ സ വസന്നഗ്ന്യർക്കസോമാംബുഭൂവായുവ്യദാത്മസു ധ്യായൻ സർവത്ര ച ഹരിം ഭാവദ്രവ്യൈരപൂജയ ക്വചിത് പൂജാം വിസസ്മാര പ്രേമപ്രസരസംപ്ലുത. തസ്വൈകദാ ഭൃഗുശ്രേഷ്ഠ പുഷ്പഭദ്രാതടേ മുനെ ഉപാസീനസ്യ സന്ധ്യായാം ബ്രഹ്മൻ വായുരഭുന്മഹാൻ. തം ചണ്ഡശബ്ദം സമുദീരയന്തം വലാഹകാ അന്വഭവൻ കരാള അക്ഷസ്ഥവിഷ്ഠാമുജുസ്തടിഭ്യേ സ്വനന്ദ ഉച്ചേരഭിവർഷധാരാം. തതോ വ്യദൃശ്യന്ത ചതുസ്സമുദ്രാ സമന്തദക്ഷ്മാദലമാഗ്രസന്ത സമീരവേഗോർമിഭിരുഗ്രനക്ര മഹാഭയാവർത്തഗഭീരഘോഷാം. അന്തർബഹിച്ഛാദ്ഭിരിതിജുഭിഖരൈ ശതഹ്രദാഭിരുവതാപിതം ജഗൽ ചതുർവിധം വീക്ഷസാത്മനാ മുനിർജലാപ്ലുതാം ക്ഷ്മാം വിമനാസമത്രസ. തസ്വൈവമുദ്വീക്ഷത ഊർമിഭീഷണപ്രഭഞ്ജനാഗുണ്ണിതവർമഹർണവ ആവൂര്യമാണോ വർഷദ്ഭിരംബുദൈ ക്ഷ്മാമപ്യധാദ്വീപവർഷാദ്രിഭിः സമം. സക്ഷ്മാന്തരിക്ഷം സദിവം സഭാഗണം ത്രൈലോക്യമാസി സഹരിഭിരാപ്ലുതം. സ ഏക ഏവോർവരിതോ മഹാമുനിർബഭ്രാമ വിക്ഷേപ്യ ജഡാന്ധവൽ ക്ഷുത്രട്പരീതോ മകരൈസ്തിമിംഗിലൈരുപദ്രുതോ വീജിനഭസ്വതാഹത. തമസ്യ പാരേ പതിതോ ഭ്രമൻ ദിശോ ന വേദഘം ഗാം ച പരിശ്രമേഷിത. ക്വചിദ്ഗതോ മഹാവർത്തെ തരളൈസ്താഡിത ക്വചേ യാതോഭിർഭക്ഷ്യത്തെ ക്വാപി സ്വയമന്യോന്യഘാതിഭിः. ക്വചിച്ഛോകം ക്വചിന്മോഹം ക്വചിദ്ദുഃഖം സുഖം ഭയം ക്വചിന്മൃത്യുമവാപ്നോതി വ്യാധ്യാദിഭിരുദാർദ്ധിതാം.
आयुधायुधवर्षाणां सहस्राणि शतानि च व्यतीर्युर्भ्रमदस्तस्मिन् विष्णुमायावृदात्मना स कदाचिद्भ्रमंस्तस्मिन् पृथिव्या ककुतिद्विज न्याग्रोधबोधं ददृशे फलपल्लवशोभितं प्रागुत्तरस्यां शाखायां तस्यापि ददृशे शिशुं शयानं पर्णपुटगे ग्रसन्तं प्रभयातम श्रीहरे नारायण महामरगदश्यामं श्रीमद्वदनपङ्कजं कम्बुग्रीवं महोरस्कं सुनासं सुन्दरभ्रुवं श्वासैर्जदळगाभादं कम्बुश्रीकर्णदाडिमं विद्रुमाधरभासेशचोणायुधसुधास्मितं पद्मगर्भारुणापाङ्गं हृद्यहासावलोकनं श्वासैर्जद्वलिसंविघ्ननिम्ननाभिदलोदरं चार्वङ्गुलिभ्यां पाणिभ्यामुन्नीय चरणाम्बुजं मुखे निधाय विप्रेन्द्रो दयन्तं वीक्ष्य विस्मिता तद्दर्शनात् वीतपरिश्रमो मुदा प्रोद्फुल्लः पद्मविलोचनाम्बुज प्रहृष्टरोमाद्भुतभावशङ्कित प्रष्टुं पुरस्तं प्रससारबालकं तावत् शिशोर्वै सुसितेन भार्गव सोऽन्तःशरीरम् अजगो यथा विशत् तत्राप्यदोऽन्यस्तमजष्टकृष्णशो यथा पुरा मुह्यततीव विस्मित घं रोदसी भगणानद्रिसागरान् द्वीपान् सवर्षान् ककुभः सुरासुरान् वनानि देशान् सरितः पुराकरान् खेडान् व्रजानाश्रमवर्णवृत्तया महान्ति भूतान्यथ भौतिकान्यसौ कालं च नानायुगकल्पकल्पनं यत्किञ्चिदन्यद्व्यवहारकारणं ददर्श विश्वं सदिवावभासितं हिमालयं पुष्पवहां च तां नदीं निजाश्रमं तत्र पश्यत् विश्वं विपश्यन् शुषिदाच्छिशोर्वै बहिर्निरस्तो न्यवदल्लयाब्धौ तस्मिन् पृथिव्या ककुतिप्ररूढं वडं च तत्पर्णपुटे शयानं तोकं च तत्प्रेमसुधास्मितेन निरीक्षितोऽवाङ्गनिरीक्षणेन अथ तं बालकं वीक्ष्य नेत्राभ्यां धिष्ठितं हृदि अभ्ययादधिसङ्क्लिष्ट परिष्वक्तुमथोक्षजं तावत् स भगवान् साक्षात् योगाधीशो गुहाशया अन्तर्दधर्षे सद्यो यथेहानीश निर्मिता तमन्वथ वडो ब्रह्मन् सलिलं लोकसम्प्लव तिरोधायि क्षणादस्य स्वाश्रमे पूर्ववस्थिता श्रीहरे नारायण हरि ओं तत्सत् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां 12स्कन्धे मायादर्शनं नाम 9मोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द